കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് TV-യിലേക്ക് നിശ്ചയമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് Q എന്ന അക്ഷരത്തെക്കുറിച്ചാണ്. Q എന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ വെറും റെയറായിട്ടുള്ള, വെറും എന്നുവെച്ചാൽ ഒരുപാടൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർക്ക് മാത്രമുള്ള പേരോട് കൂടിയ അക്ഷരമാണ് Q. ആ Q എന്ന് പറയുന്നത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇടപെടുന്ന ആൾക്കാരാണ്. ഏത് കാര്യത്തിൽ നിന്നും അവർ മനസ്സിൽ ഒരു ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ ദൃഢനിശ്ചയം ഇന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യത്തിലും അവർ വ്യതിചലിക്കത്തില്ല. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ആൾക്കാരായിരിക്കും മിക്കതും. അവരുടെ തൊഴിൽ സ്ഥാനം കൊണ്ടും ധനസ്ഥാനം കൊണ്ടും കുടുംബ പശ്ചാത്തലം കൊണ്ടും, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ ഗൗരവക്കാരും ദൃഢനിശ്ചയത്തോടു കൂടി ഓരോ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും ക്യൂവിൽ പെടുന്ന മിക്കവാറുമുള്ള ആൾക്കാരൊക്കെ. എന്നാൽ വളരെയധികം സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് വീർപ്പ് മുട്ടി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ക്യൂ എന്ന് പറയുന്ന ആൾക്കാർ. അവരുടെ സാഹചര്യമോ അവരുടെ സമൂഹത്തിലെ ഗതിയോ അനുസരിച്ച് അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ വയ്യാത്തതായിട്ടുള്ളൊരവസ്ഥ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിട്ട് ആൾക്കാരോട് പെരുമാറുന്ന ഒരു സ്വഭാവ വിശേഷത്തോടു കൂടിയ ഒരു അക്ഷരത്തോടു കൂടിയ ആൾക്കാരായിരിക്കും ക്യൂവിൽ പെടുന്ന ആൾക്കാർ. ഒരുപാട് ഉന്നത സ്ഥാനഗതിയിലിരിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, വളരെയധികം വലിയ പോലീസ് മേധാവി, അല്ലെങ്കിൽ എക്സൈസ് മേധാവി, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഢ്യതാ സ്വഭാവത്തോടു കൂടിയ, കസേരയോട് കൂടിയ, സിംഹാസനത്തോടു കൂടിയ ആൾക്കാരായിരിക്കും മിക്കവാറുമുള്ള ഈ Q എന്ന അക്ഷരത്തിൽപ്പെടുന്ന ആൾക്കാർ. അവരുടെ മനസ്സ് വളരെ ശുദ്ധവും കാക്ഷിക, ഒരു തെറ്റിലേക്കോ അവർ പോകാറില്ല. അറിയാതെ തെറ്റ് ചെയ്തു പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു തെറ്റോ അല്ലെ മറ്റ് കൃത്യങ്ങളോ ഒന്നും ചെയ്യാൻ, ഒരു ദോഷങ്ങളോ ഒരു ദുരിതങ്ങളോ ഒന്നും ചെയ്യില്ല. പക്ഷെ അവരുടെ സത്യസന്ധതയിൽ, അവരുടെ കുലീനതയിൽ, അവരുടെ ദൃഢനിശ്ചയത്തിൽ, അവരുടെ ധാർഷ്ട്യത്തിൽ, ഇതെല്ലാം അവർ പിടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിൽപ്പെട്ട അക്ഷരമാണ് എന്ന് Q എന്ന അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.